രാവിലത്തെ സമയത്ത് വലിയ ബർക്കത്ത് കണക്കാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും പറ്റുമോ എന്നറിയില്ല. പക്ഷേ പറ്റുന്നവർ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ വലിയ ബർക്കത്ത് ഉണ്ടാവും. മീറ്റിങ്ങുകളൊക്കെ രാവിലെ സുബ്ഹിന്റെ ശേഷം, അതുപോലെ പുതിയ പുതിയ ചുവടുവെപ്പുകളൊക്കെ രാവിലെ സുബ്ഹിന്റെ ശേഷം. ആ ഫ്രഷ് മൈൻഡിൽ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിച്ചാൽ ആ സമയത്തിന് വലിയ ബർക്കത്ത് ഉണ്ടാകും. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ചൊരിയട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, രാവിലെ വളരെ പ്രധാനപ്പെട്ട സമയം ഉറങ്ങിത്തീർക്കുന്ന, ഉറക്കിന് വേണ്ടി ചെലവഴിക്കുന്ന ചില അറിവില്ലാത്ത അല്ലെങ്കിൽ ചിന്തയില്ലാത്ത ചില ആളുകൾ ഉണ്ട്. രാവിലത്തെ സമയം എന്ന് പറയുന്നത് വലിയ ബർക്കത്തുള്ള സമയമാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വന്നൊരു ബിസിനസ്സുകാരൻ ഒരു പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വളരെ അർജന്റായിട്ട് കോഴിക്കോട് 2-3 ആളുകളെ മീറ്റ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ അയാളോട് പറഞ്ഞു, രാത്രി വേദം കഴിഞ്ഞ് വന്നാൽ രാവിലെ സുബ്ഹിന്റെ തൊട്ട് മുമ്പ് ഇൻഷാ അല്ലാഹ് ഞാൻ കുറ്റിയാടിയിലെത്തും. ആ സമയത്ത് നിങ്ങൾ റെഡിയാണെങ്കിൽ നമുക്ക് കോഴിക്കോടേക്ക് പോകാമെന്ന്. അങ്ങനെ അയാളെ കൂടെ രാവിലെ 4 മണി 4:30 മണിയാകുമ്പോ കുറ്റിയാടിയിൽ നിന്ന് വിട്ടു. അയാള് അന്ന് കണക്കാക്കിയത് അന്ന് പകല് മുഴുവൻ സമയവും ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്ന. രാവിലെ 4:30 മണിക്ക് കുറ്റിയാടിയിൽ നിന്ന് വിട്ട് കോഴിക്കോട് എത്തിയ ഞങ്ങൾ 9 മണിയാകുമ്പോഴേക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ സുബ്ഹിന്റെ സമയത്ത് ഇറങ്ങിയപ്പോ ഇത്ര ബർക്കത്ത് ഉണ്ടാകുന്നു. ഉസ്താദുമാരൊക്കെ പറയുന്നതേ കേട്ടിട്ടുള്ളൂ, അനുഭവിച്ചറിഞ്ഞത് ഇന്നാണ് എന്ന് പറഞ്ഞു. അപ്പൊ രാവിലെ എഴുന്നേറ്റ് പോകുന്ന ആളുകൾക്ക് വലിയ ബർക്കത്താണ്. അത് പ്രത്യേകിച്ചും രാവിലെ സുബ്ഹിന്റെ ജമാഅത്തിന് പള്ളിയിലെത്തിക്കഴിഞ്ഞാൽ, രാവിലെ നിസ്കാരത്തിന് പള്ളിയിലെത്താൻ സാധിച്ചാൽ, ജമാഅത്തായി ഒന്നിച്ച് നിസ്കരിക്കാനുള്ള തൗഫീഖ് കിട്ടിയാൽ വലിയ സൗഭാഗ്യം തന്നെ. എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരായ കൂട്ടുകാരെ, ഉപ്പാപ്പമാർക്ക് മാത്രം പറഞ്ഞതാണ് പള്ളിയിലെ സുബ്ഹിന്റെ ജമാഅത്ത് എന്ന ധാരണയുണ്ടോ? അല്ല, ഉപ്പാപ്പമാർക്ക് മാത്രമേ പള്ളിയിലെ ജമാഅത്തിന് വരേണ്ടതുള്ളൂ എന്ന ചിന്തയുണ്ടോ? കാസർഗോഡ് ജില്ലയിലൊന്നും അങ്ങനെയുള്ള ചിന്തയുള്ള ചെറുപ്പക്കാരില്ലാത്തത് കൊണ്ട് ഞാനിപ്പോ പറയുന്നില്ല. രാവിലെ സുബ്ഹിന്റെ സമയത്ത് പള്ളിയിലെത്താൻ കഴിഞ്ഞാൽ, പള്ളിയിൽ ഒരാള് ജമാഅത്തിന് വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ തന്നെ വലിയ ബറക്കത്തായി പോയി. ഞാൻ ഇന്നലെ ധർമ്മനഗറിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ്. ഇപ്പോൾ ഞാനത് വിശദീകരിക്കുന്നില്ല. ഇന്നലത്തെ പ്രസംഗം യൂട്യൂബിൽ ലഭ്യമാണ്, സമയം കിട്ടുമ്പോൾ കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സലാസത്തുൻ കുല്ലുഹും ളാമിനുൻ അലല്ലാഹ്. 3 വിഭാഗം ആളുകൾ, അവർ അല്ലാഹുവിന്റെ അടുക്കൽ അവർ പ്രത്യേകമായ പ്രൊട്ടക്ഷനിലാണ്, അവർ പ്രത്യേകമായ സംരക്ഷണത്തിലാണ്, അല്ലാഹുവിന്റെ പ്രത്യേകമായ കാവലാണ്. അതിലൊന്നാമത്തേതാരാണ്? റജുലുൻ ഖറജ ഗാസിയൻ ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പുറപ്പെട്ടവൻ. രണ്ടാമത്തേതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഹുവ ളാമിനുൻ അലല്ലാഹ്. അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് എല്ലാം മാറ്റിവെച്ച് റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം അല്ലാഹുവിന്റെ പൊരുത്തത്തിലുള്ള വഴിയിലേക്ക് ഇറങ്ങിയ മനുഷ്യനില്ലേ, അവൻ അല്ലാഹുവിന്റെ പ്രത്യേകമായ പ്രൊട്ടക്ഷനിലാണ്. ഏതുവരെ അവൻ പ്രൊട്ടക്ഷനിലാണ്? ഹത്താ യതവഫാ, അവൻ മരിക്കുന്നത് വരെ അവന് റബ്ബിന്റെ പ്രത്യേകമായ പ്രൊട്ടക്ഷനാണ്. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫയുദ്ഖിലുൽ ജന്ന. അതുവരെ തീർന്നില്ല, അവൻ സ്വർഗത്തിലേക്ക് അല്ലാഹു അവനെ പ്രവേശിപ്പിക്കുന്നത് വരെ അവന് പ്രത്യേകമായ പ്രൊട്ടക്ഷനാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒന്നാമത്തെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന ആള് ആരാണ്? അതേ, റജുലുൻ ഖറജ ഫീ സബീലില്ലാഹ്.
റജുലുൻ ഖറജ ഗാസിയൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി എല്ലാം മാറ്റിവെച്ച് ദീനിനു വേണ്ടി ജീവിതത്തെ മാറ്റിവെച്ച മഹാന്മാരാണ്. രണ്ടാമത്തേതാരാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയാണ്, വറജുലുൻ റാഹ ഇലൽ മസ്ജിദി. രണ്ടാമത്തേതൊരു പുരുഷനാണ്. ആരാണ് പുരുഷൻ? റാഹ ഇലൽ മസ്ജിദി, അവൻ പള്ളിയിലേക്ക് പോകുന്നവനാണ്. ഫഹുവ ളാമിനുൻ അലല്ലാഹ്, അവനും അല്ലാഹുവിന്റെ പ്രത്യേകമായ പ്രൊട്ടക്ഷനിലാണ്. ഹത്താ യതവഫാഹു, അവൻ മരിക്കുന്നത് വരെ. ഫയദ്ഖിലുൽ ജന്ന, അവൻ അല്ലാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് വരെ അവന് പ്രത്യേകമായ പ്രൊട്ടക്ഷനാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചില ആളുകൾക്ക് തോന്നുകയാണ്, ഓ മുസ്ലിയാരെ, അത് പുരുഷന്മാർക്ക് മാത്രമാണോ? അത് പുരുഷന്മാർക്ക് മാത്രമാണ്. അത് പുരുഷന്മാർക്ക് പ്രത്യേകം പറഞ്ഞതാണ്. അത് ആരെ വകയിലാണ്? എന്റെ വകയിലല്ല, അള്ളാന്റെ ഖുർആൻ തന്നെ പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? വഖർന ഫീ ബുയൂതികുന്ന വലാ തബറുജന തബറുജൽ ജാഹിലിയത്തിൽ ഉലാ. അതേ സ്ത്രീകളെ, അവർക്ക് നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളാണ് ഖൈറ്. അതല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ സ്ത്രീകളോട് വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ കൽപ്പിച്ചത് കൊണ്ട് എത്രത്തോളം നിങ്ങൾ നോക്ക്. മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ എവിടെയാ താമസിച്ചത്? കുറെ ദൂരത്തല്ല, ഒരുപാട് ദൂരം താമസിച്ച ഭാര്യയല്ല, മറിച്ചോ മദീനത്തെ പള്ളിയുടെ ചുമര്. ഒന്ന് മദീനത്തെ പള്ളിയുടെ ചുമരാണ്, അതിന്റെ നേരെ മറുവശം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടാണ്. ഹുജ്റത്തു ശരീഫ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ മഹത്തായ കേന്ദ്രമാണ്. ആ ഒരു ചുമരിന്റെ നേരെ അപ്പുറത്ത് പള്ളി ഉണ്ടായിട്ട് പോലും ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ വകയിലല്ല. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ കൂട്ടത്തിലോ അവിടുത്തെ പെൺകുട്ടികളുടെ കൂട്ടത്തിലോ ജുമുഅ ജമാഅത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതായി ഞാൻ എവിടെയും കണ്ടിട്ടേ ഇല്ല. ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ്, ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണ്. എന്താ പറഞ്ഞത്? ഒരാളെ അവിടുത്തെ ഭാര്യമാരുടെ കൂട്ടത്തിലോ അവിടുത്തെ പെൺകുട്ടികളെ കൂട്ടത്തിലോ ജുമുഅ ജമാഅത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതായി ആരെയും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതേ അർശിന്റെ തണലിൽ അല്ലാഹുവിന്റെ പാരത്രിക ലോകത്തിൽ ലഭിക്കുന്ന മഹാന്മാരെ കുറിച്ച് പറയുമ്പോൾ റജുലുൻ, ഒരു പുരുഷൻ എന്നാ പറഞ്ഞത്. അതെ, അദ്ദേഹത്തിന്റെ മനസ്സ് അല്ലാഹുവിന്റെ വീടാകുന്ന പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പതി മനസ്സാണ്. ആ നിലക്കുള്ള മനുഷ്യനാണോ അവനിക്ക് അതാ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അർശിന്റെ തണല് ലഭിച്ചു പോയി. അപ്പൊ ഇരിക്കട്ടെ എന്റെ ഈമാനുള്ള വിശ്വാസികളെ, പള്ളിയുമായി ബന്ധപ്പെടുന്ന സ്വഭാവം ഉണ്ടാകേണ്ടത് പുരുഷന്മാർക്കാണ്. അത് പുരുഷന്മാർക്ക് അല്ലാഹു തആല നൽകിയ ഒരു ഭാഗ്യമാണ്. എന്നാ സ്ത്രീകളെ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ഭാഗ്യം ലഭിച്ചില്ല എന്ന് ചിന്തിക്കണ്ട. എല്ലാ ഭാഗ്യവും എല്ലാവർക്കും കിട്ടിക്കൊള്ളണം എന്നില്ല. പുരുഷന്മാര് ചിന്തിക്കുകയാണ്, ഞങ്ങൾക്ക് പ്രസവിച്ചിട്ട് സ്വർഗം ഉണ്ടാക്കാൻ പറ്റിയില്ലല്ലോ, അല്ലാഹ് ഞങ്ങൾക്കും പ്രസവിച്ചിട്ട് സ്വർഗം കിട്ടണമായിരുന്നു എന്ന് ചിന്തിക്കുന്നതിനർത്ഥമില്ലല്ലോ. പുരുഷന്മാർക്ക് പുരുഷന്മാരുടേതായ സ്ഥാനമുണ്ട്. സ്ത്രീകളെ, നിങ്ങൾക്ക് നിങ്ങളേതായ സ്ഥാനമുണ്ട്. അതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ചില ആളുകൾ പറയും, സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെയാണ്. എങ്ങനെ? സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ്, മനുഷ്യൻ എന്ന നിലക്ക് ഒരുപോലെയാണ്. അതിൽ യാതൊരു തർക്കമില്ല. ആർക്കാണ് ഇവിടെ തർക്കം? സ്ത്രീകളും മനുഷ്യന്മാരാണ്, പുരുഷന്മാരും മനുഷ്യന്മാരാണ്, അതിൽ തർക്കമില്ല. പിന്നെ സ്ത്രീയും പുരുഷനും സമത്വം വേണം, എല്ലാ വിഷയത്തിലും സമത്വം വേണം. അതെങ്ങനെ അംഗീകരിക്കാൻ കഴിയല്? പുരുഷന്മാരും പ്രസവിക്കണം എന്ന് വാദിച്ചാൽ ഇവിടെ നടക്കുവോ? പുരുഷന്മാർക്ക് പ്രസവിക്കണം എന്ന് വാശി പിടിച്ചാൽ ഇവിടെ നടക്കുവോ? ഇല്ല. അവിടെ പുരുഷന്മാർക്ക് അത് അള്ളാഹു കണക്കാക്കിയിട്ടില്ല. സ്ത്രീകൾ പറയാണ്, ഞങ്ങൾ ഇനി മുതൽ പ്രസവിക്കൂല, ഞങ്ങളെ ഒരുപാട് കാലമായി കഷ്ടപ്പെടുന്നു, ഈ മാസം മുതൽ ഇനി ഞങ്ങൾ സമരത്തിലാണ്, പുരുഷന്മാരെ നിങ്ങൾ പ്രസവിച്ചോളൂ, ഞങ്ങൾക്ക് ഈ വേദന സഹിക്കാൻ പറ്റൂല.
എന്ന് സ്ത്രീകൾ പറഞ്ഞാൽ അവിടെ പുരുഷ സമത്വം പറയുന്നവനോ അല്ല ഫെമിനിസ്റ്റ് വാദികളോ വന്നതുകൊണ്ട് പ്രസവം പുരുഷനെ ഏൽപ്പിക്കാൻ പറ്റൂല. പുരുഷന്മാർക്ക് പുരുഷന്മാരുടേതായ സ്ഥാനമുണ്ട്, സ്ത്രീകൾക്കോ അവർക്ക് അവരുടേതായ സ്ഥാനം ഇസ്ലാം വകവെച്ച് കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം അവർക്ക് വകവെച്ച് കൊടുത്തു എന്നാ പറഞ്ഞത്. സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയ സ്ഥാനം ലോകത്ത് ആരാ നൽകിയത്? ലോകത്ത് ഏത് മതമാണ് സ്ത്രീകൾക്ക് അതുപോലെ സ്ഥാനം നൽകിയത്? അവരുടെ സ്വന്തം ജീവിതത്തിൽ അവർ മറക്കേണ്ട കാര്യങ്ങൾ മറക്കാനും അവരുടെ ജീവിതത്തെ ചാരിത്ര ശുദ്ധിയെ സൂക്ഷിക്കാനും അതേ അനുവാദം കൊടുത്തു എന്ന് മാത്രമല്ല, സ്വന്തം ജീവിതത്തിന്റെ ചാരിത്ര ശുദ്ധി സൂക്ഷിച്ച് ജീവിക്കുന്നത് പോലും അവരുടെ ജീവിതത്തിൽ അനിവാര്യമാണെന്നും അത് ചെയ്യുന്നതിന്റെ പേരിൽ അവർക്ക് സ്വർഗമാണെന്നും അത് ചെയ്യാത്തവന്റെ പേരിൽ സ്വർഗത്തിന്റെ പരിമളം പോലും ഇല്ല എന്ന് പഠിപ്പിച്ചൊരു മതം ലോകത്ത് വേറെ കാണാനേതാണ്. അപ്പൊ ചില ആളുകൾ പറയും പുരുഷന്മാർക്കുള്ള അതേ സ്വാതന്ത്ര്യം സ്ത്രീകൾക്കും വേണം, പുരുഷന്മാർക്കുള്ള അതേ സ്വാതന്ത്ര്യം സ്ത്രീകൾക്കും കിട്ടണം. അങ്ങനെ മുസ്ലിമേ കഴിയുമോ? ഒരിക്കലും കഴിയൂല. ഞാൻ ഇന്നിവിടെ വരുമ്പോ ട്രെയിനിലാവുന്നത് അല്ലേ, ട്രെയിനിൽ വരുമ്പോ ആ ട്രെയിനിന്റെ മുന്നിലൊരു ബോഗിയുണ്ട്, അതിൽ പുരുഷന്മാർക്ക് കയറാൻ പറ്റൂല. എന്താ കാരണം? അതിന്റെ മേലെ എഴുതിയിട്ടുണ്ട് ലേഡീസ് ഓൺലി, ഇത് വെറും സ്ത്രീകൾക്ക് മാത്രമാണ്. ബസ്സിൽ കയറിയപ്പോ നല്ല കുലുങ്ങാത്ത സീറ്റ് ഉണ്ട് ബസ്സിൽ. എവിടെ? മുൻഭാഗത്ത്. ആ മുൻഭാഗത്തുള്ള വലത് ഭാഗത്തെ സീറ്റിന്റെ മേലെ എഴുതിയിരിക്കുന്നു സ്ത്രീകൾ മാത്രം. എന്റെ പുരുഷനൊരു വിലയില്ലേ എന്ന് പുരുഷന്മാര് സമരം ചെയ്താലോ? എന്റെ പുരുഷന്മാരവിടെ സമരത്തിനിറങ്ങിയാലോ? സമത്വം വേണം, എന്റെ പുരുഷന്മാരെ മാത്രമെന്ന് എഴുതി വെക്കാത്തത്. വിവരമുള്ള പുരുഷന്മാരാരും സമരത്തിനിറങ്ങിയില്ല. വർഷങ്ങളായി എഴുതി വരുന്നതാ ഞാൻ പറഞ്ഞത്. ഇന്നലെ 2022 എഴുതിപ്പുണ്ടാക്കിയതല്ല ഞാൻ പറഞ്ഞത്. വർഷങ്ങളായി എഴുതി വരുന്നതാണ്. സ്ത്രീകൾക്ക് മാത്രം ഒരു സീറ്റ്, സ്ത്രീകൾക്ക് മാത്രം ഒരു ബോഗി, സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന, സ്ത്രീകൾക്ക് മാത്രം പ്രത്യേകമായ പരിഗണനകൾ. പുരുഷന്മാർ പറയാണ് ഞങ്ങൾക്കും വേണം അങ്ങനെ പരിഗണന. എന്റെ പുരുഷന്മാരായ ഞങ്ങൾക്ക് മാത്രം ഒരു സീറ്റ് ബസ്സിൽ എഴുതാത്തത്? അത് എഴുതി കിട്ടണമെങ്കിൽ പ്രായമാകണം, അല്ലെങ്കിൽ വികലാംഗനാകണം. ഇതല്ലാതെ പുരുഷന്മാർക്ക് സീറ്റ് കിട്ടുന്നില്ല. എന്തേ കാരണം? പുരുഷന്മാരെ പോലെ അതേ സ്ത്രീകളെ ഒരിക്കലും നമുക്ക് സമന്മാരായി പറയാൻ പറ്റൂല. പുരുഷനെ പോലെ അതേ ശക്തി പറയാൻ സ്ത്രീകൾക്കില്ല. അപ്പൊ ചില ആളുകൾ പറയൂ, എന്നാൽ ഇന്ന രാജ്യത്തിന്റെ ഭരണാധികാരി പെണ്ണല്ലേ മുസ്ലിയാരെ? ഒറ്റപ്പെട്ട സ്ത്രീകൾക്ക് ചിലപ്പോൾ അങ്ങനെ കഴിവുകൾ ഉണ്ടായേക്കാം. അതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. പൊതുവെ സ്ത്രീകളെ അല്ലാഹു തആല സൃഷ്ടിച്ചത് ദുർബലന്മാരായിട്ടാണ്. മനുഷ്യനെ തന്നെ ദുർബലനായിട്ടാണ് പഠിച്ചത്. ഖുലിഖൽ ഇൻസാനു ദഈഫാ, മനുഷ്യൻ തന്നെ ദുർബലനാണ്. അവരുടെ കൂട്ടത്തിൽ കൂടുതൽ ദൗർബല്യമുള്ളവരാണ് സ്ത്രീകൾ. അതുകൊണ്ടല്ലേ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണനയാണ്. പത്രത്തിൽ എഴുതിയത് നിങ്ങൾ കണ്ടില്ലേ? സ്ത്രീകളെ ആക്രമിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഒച്ചപ്പാടാണ്. സ്ത്രീകളെ ആക്രമിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ശബ്ദമുണ്ടാക്കലാണ്. സമരത്തിന് കടുപ്പം കൂടുതലാണ്. കുട്ടികളുടെ തലയിലേക്ക് ബോംബ് വീണു എന്ന് പറയുമ്പോൾ വല്ലാത്ത വേദനയാണ്. അള്ളാഹു എല്ലാ സ്ഥലങ്ങളിലും സമാധാനം നിലനിർത്തട്ടെ. എല്ലാവർക്കും സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ബുദ്ധി റബ്ബ് തന്നെ കൊടുക്കട്ടെ. ഈമാനുള്ള വിശ്വാസികളെ, കുട്ടികൾക്ക് ചെറിയ തകരാറ് വരുമ്പോ, സ്ത്രീകൾക്ക് ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോ, ചെറിയ പ്രയാസം വരുമ്പോ മനുഷ്യൻ ഒന്നടങ്കം അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. കാരണം അവരൊരു നിലക്ക് പുരുഷന്മാരെ അപേക്ഷിച്ചു നോക്കിയാൽ പുരുഷന്മാരെ പോലെ ശക്തിയുള്ളവരല്ല, അവഗാഹമുള്ളവരല്ല. ഇതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണനയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ പരിഗണന എത്രയാണ്? അവര് വീട്ടിൽ നിന്ന് രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകേണ്ടതില്ല, അധ്വാനിക്കേണ്ടതില്ല. അവന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കൽ നിർബന്ധമായ പേരിലാണ്, ഉമ്മാക്കല്ല. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കൽ നിർബന്ധമാർക്കാണ്? അലസ്സൗജി, ഭർത്താവിന്റെ മേലാണ്. മക്കൾക്ക് ഭക്ഷണം കൊടുത്തോളണം. പോരാ, സ്വന്തം കുട്ടിക്ക് മുലയൂട്ടിയതിന്റെ പേരില്, പാല് കൊടുത്തതിന്റെ പേരില് ഭാര്യ അതേ കൂലി ചോദിച്ചാൽ, അതിന്റെ പേരിൽ പൈസ വേണമെന്ന് ആവശ്യപ്പെട്ടാൽ ഭാര്യക്ക് പൈസ കൊടുക്കൽ ഭർത്താവിന് നിർബന്ധമാണ്. അങ്ങനെ തുടങ്ങി ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയൊരു സ്വാതന്ത്ര്യവും, സ്ത്രീകൾക്ക് നൽകിയൊരു സമാധാനവും, സ്ത്രീകൾക്ക് നൽകിയൊരു സന്തോഷവും ലോകത്ത് പറയാൻ എവിടെയാണ്? മുസ്ലിയാരെ, എന്റെ വീട്ടിൽ
വീട്ടിൽ, എന്നാൽ അത് കിട്ടാനില്ല. ഭർത്താവിന്റെ ബാപ്പ വല്ലാത്ത ശല്യം ചെയ്യലാണ്, ഭർത്താവിന്റെ ഉമ്മ വല്ലാത്ത ശല്യം ചെയ്യലാണ്. ഇസ്ത്രി ഇട്ടത് നന്നായില്ലെങ്കിൽ വെറുപ്പ് പിടിക്കലാണ്, കറിയിൽ ഉപ്പ് കുറഞ്ഞു പോയാ വെറുപ്പ് പിടിക്കലാണ്. ഭർത്താവിന്റെ ബാപ്പക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലോ, വയലിന് വരുന്ന മുസ്ലിയാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലോ, നാട്ടുകാരെ ഭക്ഷിപ്പിക്കലോ, കുടുംബങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലോ ഭാര്യന്റെ മേലിൽ നിർബന്ധമില്ല. എന്തിലധികം പറയാനാണ്, ഭർത്താവിനെ ഭാര്യന്റെ മേലിൽ നിർബന്ധമില്ല. ഇത് പറഞ്ഞതിന്റെ പേരില് നാളെ നോട്ടീസ് അടിച്ചിട്ട് അടുക്കളയിൽ സമരമാണ് എഴുതി വെക്കണമെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. അടുക്കള മുടക്കണം എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. അടുക്കളയിൽ നിങ്ങൾ എത്ര അധ്വാനിച്ച് ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടോ, ഭർത്താവിന്റെ ബാപ്പക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ, ഉമ്മാക്ക് ഭക്ഷണം നൽകുന്നുണ്ടോ, വെള്ളം നൽകുന്നുണ്ടോ, സഹായങ്ങൾ നൽകുന്നുണ്ടോ, ആ നിലക്ക് ഭർത്താവിന്റെ തൃപ്തി ലഭിക്കാൻ വലിയ കാരണമായി പോയി. അങ്ങനെ ഭർത്താവിന്റെ തൃപ്തി ലഭിച്ച് മരിക്കുന്ന പെണ്ണില്ലേ, ഭാര്യയില്ലേ, ദഖലത്തിൽ ജന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, സ്വർഗ്ഗത്തിൽ കടന്നു കഴിഞ്ഞുപോയി, സ്വർഗ്ഗത്തിൽ കടന്നുപോയി, സ്വർഗ്ഗത്തിൽ കടന്നുപോയി എന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ സ്വർഗ്ഗത്തിൽ കടക്കാൻ തന്നെ കാരണമാണ്, സ്വർഗ്ഗത്തിൽ എത്താൻ തന്നെ കാരണമാണ് ഭർത്താവിന്റെ തൃപ്തി എന്ന് പറയുന്നത്. ഈ തൃപ്തിക്ക് വേണ്ടിയാണ് ഉപ്പമാരെ, ഉമ്മമാരെ, ഓ എന്റെ പ്രിയപ്പെട്ടവർ, അവരോട് ശകാരിക്കുന്നവർ കൈയൊഴിക്കണേ. ഇസ്ലാം അങ്ങനെ കൽപ്പിച്ചിട്ടില്ല. മറിച്ചോ അവരുടെ മക്കൾക്ക് ആവശ്യമായ സേവനം ചെയ്യാൻ വേലക്കാരെ നിർത്തി കൊടുക്കണം എന്നാ ഇസ്ലാം. ഇരിക്കട്ടെ, ഞാനിപ്പോ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. അപ്പൊ സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ് ഇസ്ലാമിൽ, ഇസ്ലാമിൽ ഒരുപോലെയാണ് എന്ന് പറയുന്നത് ശരിയല്ല. പിന്നെ സ്ത്രീകൾക്ക് വലിയ സ്ഥാനം ഇസ്ലാം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം ജീവിക്കാൻ പോലും വകയില്ലാത്ത സമൂഹമായി അവർ ജീവിക്കുമ്പോ അവർക്ക് ജീവിക്കാനുള്ള മുഴുവൻ വഴികളും ഉണ്ടാക്കി കൊടുത്തു എന്ന് മാത്രമല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾക്ക് 3 പെൺകുട്ടികൾ ഉണ്ടാവുകയും അവർക്ക് നല്ല ഇഹ്സാൻ ചെയ്തു കൊടുക്കുകയും അവർക്ക് ഒരുപാട് ഖൈറാത്തുകൾ ചെയ്തു കൊടുക്കുകയും ആ മക്കളെ നല്ല നിലക്ക് വേദനിപ്പിക്കാതെ. ചില ബാപ്പമാരുണ്ട്, ഒരു പെൺകുട്ടി ജനിച്ചു, രണ്ടാമത്തതും പെൺകുട്ടിയാകുമ്പോ ഭാര്യനോട് ചോദിക്കും, അല്ല എനിക്ക് പെണ്ണല്ലാതെ പ്രസവിക്കാണെങ്കിൽ ഇവളാണ് പെണ്ണാണോ ആണാണോ എന്ന് വേണ്ടത് അള്ളാഹ് എഴുതി കൊടുത്തത് എന്ന് തോന്നും. ചിലപ്പോ ഭാര്യമാരോട് ചോദിക്കും, അല്ല എനിക്ക് പെണ്ണല്ലാതെ പ്രസവിക്കാൻ അറിയില്ലേ? എന്ത് ചോദ്യമാണ് ഈ ചോദ്യം? 3 പെൺകുട്ടിയാകുമ്പോ അപ്പോഴേക്കതാ ബേജാറ് കൂടിപ്പോയി. ഈ മനുഷ്യൻ ചിന്തിച്ചില്ലല്ലോ, ഭക്ഷണം നൽകുന്നവൻ അല്ലാഹുവാണ്, റിസ്ക് തരേണ്ടവൻ അല്ലാഹുവാണ്. ഇതുവരെ എനിക്ക് ആവശ്യമുള്ളതൊക്കെ തന്നതും അവനാണ്. ഞാനൊന്നും ചോദിച്ചിട്ട് തന്നതല്ല, ഞാനൊന്നും അപേക്ഷ കൊടുത്തിട്ട് തന്നതല്ല. ഞാൻ ജനിക്കുന്നതിന്റെ മുമ്പ് എന്റെ ബാപ്പ എവിടെയും എഴുതി കൊടുത്തിട്ടില്ല, ഒരു പഞ്ചായത്തിലും കൊടുത്തിട്ടില്ല, ഒരു മുനിസിപ്പാലിറ്റിയിലും പോയിട്ടില്ല, എന്തിനു വേണ്ടി പോയിട്ടില്ല. എന്റെ മകൻ മരിക്കുന്നത് വരെയുള്ള ഭക്ഷണം റേഷനരിയായിട്ട് കൊടുക്കണമെന്ന് പറയാൻ എന്റെ ബാപ്പ സക്കുമ്പോൾ ഭാര്യമാരോട് വെറുപ്പ് പിടിക്കുന്ന ചില ഭർത്താക്കന്മാരില്ലേ, ചിന്തയില്ലാത്ത ഭർത്താക്കന്മാരുടെ ഉമ്മമാരില്ലേ? നിങ്ങളെ നാട്ടിലൊന്നും അങ്ങനെയുള്ള ഉമ്മമാരും ഉമ്മാമമാരും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതലായി കിടക്കുന്നില്ല. നൊന്ത് പ്രസവിച്ച് കിടക്കുന്ന പെൺകുട്ടിയുടെ അടുക്കലേക്ക് വന്നിട്ട് ഭർത്താവിന്റെ ഉമ്മാമയാണ് പോലും, ഭർത്താവിന്റെ ഉമ്മയാണ് പോലും കയറി വന്നിട്ട് ആ പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, പെണ്ണല്ലാതെ പ്രസവിക്കാൻ നിനക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല അല്ലേ എന്ന് പറഞ്ഞിട്ട് കിടക്കയിലെ വേദനയോടെ കിടക്കുന്ന പെൺകുട്ടികളെ വേദനിപ്പിക്കുന്ന ഉമ്മമാരുണ്ടോ, ബാപ്പമാരുണ്ടോ? 3 പെൺകുട്ടികളാകുമ്പോഴേക്ക് അല്ലാ ഞാനെങ്ങനെ ഭക്ഷണം കൊടുക്കൂന്ന് ചിന്തിച്ചിട്ട്, ഞാനെങ്ങനെ അവളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കൂന്ന് ചിന്തിച്ചിട്ട് വിഷമിക്കുന്ന ഉമ്മമാരുണ്ടോ, പെങ്ങന്മാരുണ്ടോ, ബാപ്പമാരുണ്ടോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിലേക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ പ്രയാസപ്പെട്ട് വിഷമിച്ചു വന്ന യതീമുകളാകുന്ന മക്കളുടെ കയ്യും പിടിച്ച് വീട്ടിലേക്ക് വന്നൊരു ഉമ്മ മഹദി ബീവി ആയിഷ
റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയാണ്, ഓ ആയിഷ ബീവി, വല്ലാത്ത വിശപ്പാണ്, മക്കളെ വിശപ്പ് എനിക്ക് സഹിക്കുന്നില്ല, എന്റെ വിശപ്പ് ഞാൻ സഹിച്ചോളാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിന്റെ ഉള്ളിൽ എന്താണ് ബാക്കിയുള്ളത് എന്ന് അന്വേഷിച്ചു നോക്കുമ്പോ ഒരൊറ്റ ഈത്തപ്പഴമല്ലാതെ മറ്റൊന്ന് കിട്ടാനില്ല. തന്നെ തീരുമാനമെടുത്തില്ലേ. റജബ് കടന്നു വന്നപ്പോഴേക്ക് വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന ജോലിക്കാരും അത് എവിടെ ജോലി ചെയ്യുന്നവരും ബിസിനസ് ചെയ്യുന്നവരും റമദാനിലെ നാട്ടിലേക്ക് കൂടണം. എന്തിനാ നാട്ടിലേക്ക് കൂടുന്നത്? നാട്ടിലാകുമ്പോ പൊരിച്ചതും കടിച്ചതൊക്കെ കൂടുതലാ, റമദാനിന് അല്പം സുഖം കൂടുതലാ. ഈ നിലക്ക് ചിന്തിച്ച് നാട്ടിലേക്ക് എത്തുന്നവരല്ലേ പലരും നമ്മുടെ നാടുകളിൽ. ഓ മുസ്ലിമേ, നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു ഈത്തപ്പഴം തന്നാൽ, രണ്ട് ഈത്തപ്പഴം കിട്ടിയാൽ, മൂന്ന് ഈത്തപ്പഴം കിട്ടിയാൽ നമുക്ക് മതിയാകാറുണ്ടോ? പള്ളിയിലെ നോമ്പ് തുറക്ക് പോലും വെറും മൂന്ന് ഈത്തപ്പഴം കഴിച്ച് നോമ്പ് തുറക്കാൻ നമുക്ക് മതിയാകൂല. ചില മുഅദ്ദിനുകള്, ചില ബാങ്ക് വിളിക്കുന്ന ഉസ്താദുമാരി, അവര് ബാങ്കിന്റെ സമയമായാൽ വെറും മൂന്ന് ഈത്തപ്പഴം കൊടുത്ത് തിന്നിട്ട് അവർക്ക് ബാങ്ക് വിളിക്കാൻ പറ്റൂല. ബാങ്ക് കൊടുക്കുമ്പോ അവര് മൂന്ന് ഈത്തപ്പഴവും കഴിക്കും, സമൂസയും കഴിക്കും, സർവ്വതും കഴിക്കും. എന്നിട്ട് ബാങ്ക് കൊടുക്കാന്ന് ചിന്തിക്കുന്നവര് വരെ ബാങ്ക് കൊടുക്കുന്നവരെ കൂട്ടത്തിലില്ലേ. എന്താ കാരണമെന്നറിയോ? വിശപ്പ് സഹിക്കുന്നില്ല, വിശപ്പിന്റെ വേദന അനുഭവിച്ച് പരിചയമില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിന്റെ അകത്തേക്ക് നോക്കിയപ്പോ ഒരൊറ്റ ഈത്തപ്പഴമല്ലാതെ ഒന്നും കാണാനില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുന്നിൽ വന്നത് എന്നതാരാ? മൂന്ന് പെൺകുട്ടികളാകുന്ന മക്കളെയും കൂട്ടിയിട്ട്, ഒരു യതീമായ മക്കളെയും കൂട്ടിയിട്ട് ഉമ്മ വന്നു നിന്നത് കണ്ടപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സ് വല്ലാതെ നൊന്തുപോയി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഈത്തപ്പഴം നോക്കിയിട്ട് മറ്റൊന്ന് കണ്ടെത്താനില്ല. കിട്ടിയത് ഗിർമാന്റെ കയ്യിലേക്ക് കൊടുത്തപ്പോ ആ ഉമ്മ ഈത്തപ്പഴം മൂന്നാക്കി തിരിച്ചിട്ട് മക്കൾക്ക് വിതരണം ചെയ്തു. ഈത്തപ്പഴത്തിന്റെ ഒരു നാര് പോലും ആ ഉമ്മ വായിലേക്ക് വെച്ചില്ല. വിശപ്പിന്റെ കാഠിന്യം സഹിക്കാൻ കഴിയാത്ത ആ ഉമ്മാന്റെ വായിലേക്ക് ഒരു ഈത്തപ്പഴത്തിന്റെ നാര് പോലും വായിലിടാൻ കഴിയാതെ വിഷമിക്കുന്ന ആ ഉമ്മാനെ കണ്ടപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സ് വല്ലാത്ത കൃപയുള്ള മനസ്സല്ലേ, വല്ലാത്ത അലിവുള്ള മനസ്സല്ലേ, വല്ലാത്ത ഖേദമുള്ള മനസ്സല്ലേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിന്ന നൃത്തത്തിൽ അങ്ങ് കരഞ്ഞുപോയി. കരയുന്ന സമയത്താ റഹ്മത്തുൽ العالمين أشرف الخلق محمد رسول الله صلى الله عليه وسلم തങ്ങൾ വീട്ടിലേക്ക് കയറി വരുന്നത്. മാ യുബ്കീകി യാ ആയിഷ, എന്തേ ആയിഷ നിങ്ങളെ കരയിപ്പിച്ചത്? എന്തിനാണ് ആയിഷ നിങ്ങൾ കരയുന്നത്? എന്തിനാണ് ആയിഷ നിങ്ങൾ കരച്ചിൽ കൊണ്ട് അത് ഇവിടെ ഈ സമയം ചെലവഴിക്കുന്നത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മറുപടി, ലോകത്തിന്റെ മുഴുവനും കാരുണ്യമായ നബിയേ, ആ ഉമ്മാന്റെ വേദന കണ്ടിട്ടാണ്, ആ ഉമ്മാന്റെ വിഷമം കണ്ടിട്ടാണ്. മൂന്ന് പെൺകുട്ടികളല്ലാതെ ആ ഉമ്മാക്ക് ഇല്ല നബിയേ, പട്ടിണിയാണ് നബിയേ. ഒരു ഈത്തപ്പഴത്തിന്റെ നാര് പോലും ആ ഉമ്മാക്ക് കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല നബിയേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ലോകത്തിന്റെ മുഴുവനും കാരുണ്യമായ നേതാവിന്റെ മറുപടി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ റളിയല്ലാഹു അൻഹാ, നിനക്കറിയോ അതേ മൂന്ന് പെൺകുട്ടികൾ ഉണ്ടാവുകയോ അവർക്ക് ഇഹ്സാൻ ചെയ്തു കൊടുക്കുകയോ അവരെ ഒരു സമയത്തും വേദനിപ്പിച്ചിട്ടില്ല, അവരെ വിഷമം അവരോട് പറഞ്ഞിട്ടില്ല, അവരെ വേദന അവരെ മുന്നിൽ അവതരിപ്പിച്ചിട്ടില്ല, ഇല്ലായ്മ കാണിച്ചിട്ടില്ല. ഉള്ളതിന്റെ പരമാവധി മുന്നിൽ കാണിച്ച് മക്കൾക്ക് സന്തോഷത്തോടെ ജീവിതം കൊടുത്തിട്ട്, ആ മക്കൾക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുത്തിട്ട് വിവാഹം ചെയ്യിപ്പിച്ചു കൊടുക്കുന്ന ഉമ്മമാരില്ലേ, ബാപ്പമാരില്ലേ, ആ മക്കളുടെ ദുആ കിട്ടിയ ബാപ്പമാരില്ലേ, ഉമ്മമാരില്ലേ, അവർക്ക് സ്വർഗ്ഗം ഉറപ്പാണ്. ആയിഷ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് അവർക്ക് സ്വർഗ്ഗമുറപ്പാണ് ആയിഷ. എന്റെ വാലുകൾ കാമെന്ന ആരെങ്കിലും പെൺകുട്ടികൾ മാത്രം ഉണ്ടായതിന്റെ പേരിൽ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊരു മോശമാണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊരു ടെൻഷനായി കാണുന്നുണ്ടെങ്കിൽ അവരോട് പറയുന്നു സ്വർഗം ലഭിക്കാൻ അത് കാരണമാണ്. പരമാവധി പെൺകുട്ടികൾക്ക് ഖൈർ ചെയ്തു കൊടുത്തോളൂ, പരമാവധി നല്ലത് ചെയ്തു കൊടുത്തോളൂ. നല്ലത് ചെയ്തു കൊടുത്തോളൂ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് ഏറ്റവും നല്ല മൊബൈൽ വാങ്ങിച്ചു കൊടുത്തോളൂ എന്നല്ല, ഏറ്റവും നല്ല മൊബൈൽ കയ്യിൽ കൊടുത്തോളൂ, എല്ലാ ദിവസവും മൊബൈൽ റീചാർജ് ചെയ്ത് കൊടുത്തോളൂ, എല്ലാ തോന്നിവാസത്തിനും സൗകര്യം ചെയ്തു കൊടുത്തോളൂ എന്നല്ല, പിന്നെ ഇഹ്സാൻ ചെയ്തു കൊടുക്കണം. ആ മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, ആവശ്യമായ പഠനത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം, ആവശ്യമായ ഹൈറുകൾക്കുള്ള വഴികൾ തുറന്നു കൊടുക്കണം. അങ്ങനെ തുടങ്ങി നന്മകൾക്ക് വേണ്ടിയുള്ള വഴികൾ ഒരുക്കി കൊടുത്തോളൂ. ആ മക്കളുടെ ദുആ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കാൻ കാരണമാണെന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പൊ ഈമാനുള്ള വിശ്വാസികളെ, ആരെങ്കിലും അങ്ങനെ ഏതെങ്കിലും പെൺകുട്ടികൾക്ക് മാത്രം ജന്മം നൽകുമ്പോ ആ ഉമ്മാനോടോ അല്ലെങ്കിൽ ആ പെൺകുട്ടികളോടോ വെറുപ്പ് പിടിക്കുന്നതിന് പകരം ഇത് എന്റെ മകൾക്കും എന്റെ മകനിക്കും അള്ളാഹു ബറക്കത്ത് ചൊരിയുകയാണ് എന്ന നിലക്കുള്ള വിശ്വാസം നമുക്ക് ഉണ്ടാകണം. ആ ഒരു മനസ്സമാധാനം നമുക്ക് കണ്ടെത്താൻ കഴിയണം. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല, ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരുന്നു. പുരുഷനും സ്ത്രീയും ഒരുപോലെയാണ് എന്ന ധാരണയുണ്ടാകരുത്. പുരുഷന്റേതായ സ്ഥാനം ഇസ്ലാമിലുണ്ട്, സ്ത്രീക്ക് സ്ത്രീകളുടേതായ സ്ഥാനമുണ്ട്, കുട്ടികൾക്ക് കുട്ടികളുടേതായ സ്ഥാനമുണ്ട്. മനുഷ്യൻ എന്ന നിലക്ക് മനുഷ്യ സഹജമായ സർവ്വപരിഗണനകളും കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അതേ യുവാക്കൾക്കും എല്ലാവർക്കും അതേ മനുഷ്യൻ എന്ന പരിഗണന പ്രത്യേകം ഇസ്ലാം നൽകിയിട്ടുണ്ട്. അല്ലാതെ ഇസ്ലാം അതേ പുരുഷന്മാർക്ക് മാത്രം വേണ്ടി ഉണ്ടാക്കിയൊരു മതം, അല്ലെങ്കിൽ പുരുഷന്റെ കാര്യങ്ങളിൽ മാത്രം ശബ്ദിച്ചൊരു മതം, ഈ ധാരണ തെറ്റാണ് എന്ന് മാത്രമല്ല, സ്ത്രീകൾക്ക് വേണ്ടി ഇതുപോലെ ശബ്ദിച്ചൊരു മതം ലോകത്ത് വേറെ കാണാനില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ചിലര് ചോദിക്കും, നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞത് പള്ളിയിൽ പോകൽ സ്ത്രീകൾക്ക് മാത്രമാണ്, ജമാഅത്തിന് വേണ്ടി പുറപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞത്, പുരുഷന്മാർക്ക് പള്ളിയിൽ പോയാൽ അതുകൊണ്ട് അവർക്ക് സ്വർഗം കിട്ടുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നിങ്ങളല്ലേ പറഞ്ഞത്? അത് ഞാൻ പറഞ്ഞത് വളരെ ശരിയാണ്. പള്ളിയിലേക്ക് പോകാൻ പുരുഷന്മാരെയാണ് സെലക്ട് ചെയ്തത്, പ്രസവിക്കാൻ സ്ത്രീകളെയാണ് സെലക്ട് ചെയ്തത്. അതുപോലെ കുട്ടികൾക്ക് കുട്ടികളുടേതായ സ്ഥാനമാണ് ഇസ്ലാം വകവെച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ മദീനത്തെ പള്ളിയുടെ ചാരത്ത് താമസിക്കുന്ന സമയത്ത് പോലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു നേരത്തെ ജുമുഅ ജമാഅത്തിന് വേണ്ടി ആ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടതായി ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് ആരാണ്? ലോക പ്രശസ്ത പണ്ഡിതൻ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ആ ഷാഫി ഇമാമിനെക്കാൾ വിവരമുള്ള ഒരാൾ വന്നാൽ നമുക്ക് സ്വീകരിക്കാൻ വകുപ്പുണ്ടോ? 1200 കൊല്ലം കഴിഞ്ഞിട്ട് ഷാഫി ഇമാമിനെക്കാളും വിവരമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് സ്ത്രീകളെ നിങ്ങൾ പള്ളിയിൽ പോകണം എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിഗണിക്കാൻ നിർവാഹമുണ്ടോ? ഇന്ന് നമ്മൾ പരിശോധിച്ചാൽ 15000-ഓളം ഹദീസുകളാണ് നമുക്ക് അതേ ലഭിക്കാനുള്ളത്. 15000-ഓളം അല്ലെങ്കിൽ 20,000-ഓളം ഹദീസുകളാണ് നമുക്ക് ഇന്ന് ലഭിക്കാനുള്ളത്. എന്നാൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, ഇമാമുൽ അഅ്ലം ഇമാം അബൂ ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാർ, ആ മഹാന്മാരാരാണ്? അവര് 4 ഹദീസ് മനപ്പാഠം പഠിച്ചവരല്ല, അല്ലെങ്കിലോ 15000 പാഠം പഠിച്ചവരല്ല. സനദടക്കം അവർക്ക് പറയാൻ കഴിയും. എന്ത് പറയാൻ കഴിയും? ലക്ഷക്കണക്കിന് ഹദീസ് അവർക്ക് കാണാതെ പറയാൻ കഴിയും. അവരല്ലേ പണ്ഡിതന്മാർ, അവരല്ലേ യഥാർത്ഥത്തിലുള്ള അലിമീങ്ങൾ. അവർക്ക് ലഭിച്ച ഇൽമ് നമുക്ക് പറയാനില്ല. എവിടെയില്ല? മനുഷ്യന്റെ കയ്യിലില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അവർക്കുണ്ടായിരുന്ന ഇൽമ് നമ്മളെ കിതാബുകളിൽ പോലും ഇന്ന് കണ്ടെത്താൻ കഴിയൂല. ഞാൻ എന്റെ വകയിൽ പറഞ്ഞതാണോ? അല്ല. നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ ദർസ് നടത്തുന്ന ഉസ്താദിനോട് ചോദിച്ചോളൂ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വിവരം ഇന്ന് ലോകം മുഴുക്കെ കിതാബ് പരിശോധിച്ചാൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളണം എന്നില്ല. കാരണം ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വിവരം നിലക്കാണ്, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ പാണ്ഡിത്യം നിലക്കാണ്. പോരാ, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഖിയാമത്ത് നാളിലേക്ക് ഇങ്ങനെ അടുക്കുന്നതിനനുസരിച്ച് ഇൽമ് കുറഞ്ഞു വരുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരുന്നു. പള്ളിയുമായി ബന്ധപ്പെടുന്ന പുരുഷനില്ലേ, അവന് സ്വർഗമാണ്. അവനതാ അള്ളാന്റെ പ്രത്യേകമായ സംരക്ഷണത്തിലാണ്. ആരാ പറഞ്ഞത്? ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഹാനായ ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ മറർതും ബിറിയാദിൽ ജന്ന ഫർതഉ. ഓ സഹാബ, ഇദാ മറർതും ബിറിയാദിൽ ജന്ന ഫർതഉ. ഓ സഹാബ, നിങ്ങൾ സ്വർഗ്ഗത്തിലൂടെ നടക്കുകയാണോ? ആ സ്വർഗ്ഗത്തിൽ നിങ്ങൾ സന്തോഷത്തോടെ മേഞ്ഞോളൂ, സന്തോഷത്തോടെ നടന്നോളൂ. ഇല യാ റസൂലല്ലാഹ്, എന്താണ് ഹബീബായ നബിയേ? വമാ റിയാദുൽ ജന്ന, എന്താ ഹബീബായ നബിയേ സ്വർഗ്ഗമെന്ന് പറഞ്ഞാൽ? എന്താ റിയാദുൽ ജന്ന എന്ന് പറഞ്ഞാൽ? അപ്പോഴാ ലോകത്തിന്റെ മുഴുവനും കാരുണ്യമായ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി കേട്ടില്ലേ നിങ്ങൾ? അൽ മസാജിദു, അല്ലാഹുവിന്റെ പള്ളികളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഹബീബായ നബിയെ റിയാദുൽ ജന്ന, എന്താ റിയാദുൽ ജന്ന എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി അൽ മസാജിദു, അത് അല്ലാഹുവിന്റെ പള്ളികളാണ്. അതുകൊണ്ടാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ആരാ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങള്? ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ 4ാമത്തെ ഭരണാധികാരിയാണ്, അമീറുൽ മുഅ്മിനീനാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബമാണ്. അത് വിവാഹ ബന്ധം മാത്രമല്ല, അല്ലാതെ തന്നെ നബി തങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബമാണ്, അനുജനാണ്. ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഓ വിശ്വാസികളെ, ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് അതേ ചോദിക്കപ്പെട്ടില്ലേ? എന്താ ചോദിക്കപ്പെട്ടത്? ഓ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ, നിങ്ങൾ സ്വർഗ്ഗത്തെയാണോ സെലക്ട് ചെയ്യുന്നത്, അല്ല പള്ളികളെയാണോ സെലക്ട് ചെയ്യുന്നത്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടപ്പോ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്താണ്? അൽ അഫ്ളലു, ഏറ്റവും അഫ്ളൽ മസാജിദുല്ലാഹ്, അല്ലാഹുവിന്റെ വീടാകുന്ന പള്ളികളാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അവിടെ സെലക്ട് ചെയ്തത് അല്ലാഹുവിന്റെ പള്ളിയാണ്. എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോ എന്താണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് പറയാനുള്ള മറുപടി എന്നല്ലേ? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പള്ളികളെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്നല്ലേ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പള്ളി സെലക്ട് ചെയ്യാനുള്ള കാരണം മഹാനവറുകൾ പറയാണ്, സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം ലഭിക്കണമെങ്കിൽ പള്ളികളുമായി ബന്ധമില്ലാതെ, അല്ലാഹുവിന്റെ വീടാകുന്ന പള്ളിയുമായി ബന്ധപ്പെടാതെ പുരുഷന് ഉന്നത സ്ഥാനം നേടാൻ കഴിയില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വമറിയാദുൽ ജന്ന, എന്താ റിയാദുൽ ജന്ന എന്ന് ചോദിച്ചപ്പോ അൽ മസാജിദു, അല്ലാഹുവിന്റെ പള്ളികളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ലാഹുവിന്റെ വീടാകുന്ന പള്ളികളാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അവർക്കൊക്കെ ബക്കറ്റ് വരുമ്പോ പുരുഷന്മാരും സ്ത്രീകളൊക്കെ നല്ല സംഭാവന കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെയുള്ള പരിപാടി അവർ നടത്തിയത്, പരിപാടിയുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന പൈസ ഇവിടുത്തെ പള്ളി ഒന്ന് നന്നാക്കണം, ഇവിടുത്തെ പള്ളിക്കൊന്ന് പെയിന്റ് അടിക്കണം, പള്ളി ഒന്ന് അങ്ങനല്ലേ, പള്ളിക്ക് പെയിന്റ് അടിക്കണം, പള്ളി ഒന്ന് റമദാനാകുമ്പോഴേക്ക് റമദാനിന് വേണ്ടി ഒന്ന് ഒരുങ്ങണം എന്ന് നാട്ടിലെ പ്രവർത്തകന്മാർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അല്ലാഹു എളുപ്പം കൊടുക്കട്ടെ, എളുപ്പം കൊടുക്കട്ടെ. വേർക്കാൻ പൈസ വേണ്ടല്ലോ. പിന്നെ നിങ്ങളിതിന് ആമീൻ പറയാൻ ബേജാറാകുന്നു. നിങ്ങൾ കൊടുക്കല് നിങ്ങളെ കൊണ്ട് കഴിയും പോലെ കൊടുത്തോളൂ. ആമീൻ പറയാൻ 5 പൈസ ചെലവില്ലല്ലോ. അല്ലാഹു തആല എളുപ്പം കൊടുക്കട്ടെ. എവിടുന്ന് കൊടുക്കട്ടെ? നിങ്ങൾ കൊടുക്കട്ടെ ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് കൊടുക്കാൻ ഭാഗ്യമുണ്ടായാൽ, എനിക്ക് കൊടുക്കാൻ ഭാഗ്യമുണ്ടായാൽ നമ്മളെ ഭാഗ്യം. ഇനിയല്ല ആമീൻ കൊണ്ട് വേറെ ആളാണ് കൊടുത്തത്, അവരെ ഭാഗ്യം. അല്ലാഹു ആ ഭാഗ്യം നല്ല മുഅ്മിനീങ്ങൾക്കൊക്കെ നൽകട്ടെ. ഇരിക്കട്ടെ ഈമാനുള്ള വിശ്വാസികളെ. അല്ലാഹുവിന്റെ വീടാകുന്ന പള്ളികള് ഏറ്റവും ബഹുമാനമുള്ള കേന്ദ്രങ്ങളാണ്. അതുകൊണ്ടാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു. അതേ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ നിവേദനം, മൻ അത്തൽ മസ്ജിദ ലിശൈഇൻ, ആരെങ്കിലും ഒരാൾ പള്ളിയിലേക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി വന്നാൽ, പള്ളിയിലേക്ക് ഒരു അതേ ഉദ്ദേശം പൂർത്തീകരിക്കാൻ വന്നാൽ, ലിഖസ്ദി ഹുസൂലി ശൈഇൻ ഉഖറവിയ്യിൻ ഔ ദുനിയവിയ്യിൻ, അദ്ദേഹത്തിന്റെ ഉദ്ദേശം ദുനിയാവാകട്ടെ ആഖിറമാകട്ടെ, ഏതൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണോ അവൻ പള്ളിയിലേക്ക് വരുന്നത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഹുവ ഹല്ലുഹു, അവന്റെ നസീബാണ്. അള്ളാന്റെ വീടാകുന്ന പള്ളിയിലേക്ക്, ആ വീട്ടിലേക്ക് എന്ത് ഉദ്ദേശത്തിലാണോ മനുഷ്യൻ വരുന്നത്, അത് ദുന്യാവാകട്ടെ ആഖിറമാകട്ടെ, എന്ത് ഉദ്ദേശിച്ച് വന്നാലും അതവന് കിട്ടാൻ അത് കാരണമാണ്. പക്ഷേ പണ്ഡിതന്മാർ ഇത് പറയുമ്പോൾ ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു, പള്ളിയിലേക്ക് പോകുമ്പോ താഴ്ന്ന ദുന്യാവ് മാത്രം ചിന്തിച്ചു പോകാൻ പാടില്ല. എത്രത്തോളം ശ്രദ്ധിക്കണമെന്നറിയോ? പള്ളിയിൽ ജമാഅത്തിന് പോകുമ്പോ രാവിലെ സുബഹിന്റെ സമയത്ത് പള്ളിയിലേക്ക് നടന്നു പോയാൽ നടത്തം ആരോഗ്യത്തിന് നല്ലതാണ്. ആരോഗ്യം നന്നാകാൻ വേണ്ടി പള്ളിയിലേക്ക് പോയതാണ്, ജമാഅത്തിന് വേണ്ടി പോയതല്ല, ഈത്തിക്കാഫിന് വേണ്ടി പോയതല്ല, അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി പള്ളിയിൽ പോയതല്ല. മറിച്ചോ നടന്നിട്ട് വയറ് കുറയാൻ പോയതാണ്, തടി കുറയാൻ പോയതാണ്, ശരീരകാൻ പോയതാണ്. അങ്ങനെ മാത്രം ഉദ്ദേശമാകുന്നതിനെ കുറിച്ച് സൂക്ഷിച്ചേക്കണേ. കാരണം എന്താണ്? അവന്റെ ഇബാദത്തിന്റെ കൂലി നഷ്ടപ്പെട്ടു പോകാൻ, അവൻ പള്ളിയിലേക്ക് പോയതിന്റെ കൂലി നഷ്ടപ്പെട്ടു പോകാൻ, ഇത്തികാഫിന്റെ നിയ്യത്ത് നഷ്ടപ്പെട്ടു പോകാൻ, ഇത്തിഫാഖിന്റെ കൂലി നഷ്ടപ്പെട്ടു പോകാൻ അത് കാരണമാണ് കേട്ടോ. പള്ളിയിലേക്ക് പോകുമ്പോ പിന്നെ ആഗ്രഹിക്കേണ്ടത് എന്താണ്? നടത്തത്തെ കുറിച്ചല്ല, നാട്ടുകാരെ കാണലല്ല, കൂട്ടുകാരുമായി ഒത്തിരിക്കലല്ല, കൂട്ടുകാരുമായി സ്വറ പറയലല്ല, പള്ളിയിൽ ഒത്തുചേരലല്ല, കമ്മിറ്റി കൂടലല്ല. പള്ളിയിലേക്ക് പോകേണ്ടത് ജമാഅത്തിനാണ്. കാസർഗോഡ് ജില്ലയിൽ അങ്ങനെ അല്ലാത്തത് കൊണ്ട് ഞാനിപ്പോ കടക്കുന്നില്ല. പള്ളിയിലേക്ക് വരും ചില ആളുകള്. എപ്പോഴാ പള്ളിയിലേക്ക് വരല്? റമദാനിൽ പള്ളിയിലേക്ക് വരും, പിന്നെയോ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരും, അല്ലെങ്കിലോ ഇത് അല്ലാത്തൊരു ദിവസം പള്ളിയിൽ വരണമെങ്കിൽ പള്ളിയുടെ കമ്മിറ്റി വിളിക്കണം. അപ്പൊ മാത്രം പള്ളിയിൽ വരുന്ന ചില ആളുകളുണ്ട്. നെഞ്ഞത്ത് കൈവച്ച് ചിന്തിച്ചു, ജമാഅത്തിനാണോ പള്ളിയിലേക്ക് പോയത്? അല്ല, നീ പള്ളിയിലേക്ക് പോയത് എന്തിനാണ്? കമ്മിറ്റിക്കാണോ? ഒരു കമ്മിറ്റി കൂടാനാണോ? കമ്മിറ്റിയിൽ കുഴപ്പമുണ്ടാക്കാനാണോ? കമ്മിറ്റിയിൽ അഭിപ്രായം പറയാനാണോ? നിന്റെ അഭിപ്രായത്തിന് എന്ത് വിലയാണ്? പള്ളിയിൽ ജമാഅത്തിന് വരാത്ത നിനക്കെന്ത് അധികാരമാണ്? പള്ളിയിൽ ജമാഅത്തിന് എത്താത്ത നിനക്കെന്ത് അധികാരമാണ് പള്ളിയിൽ അത് പറയാൻ, പള്ളിയുടെ കാര്യം തീരുമാനമെടുക്കാൻ? പള്ളി എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കാനുള്ളതാണ്. നിന്റെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ളതല്ല, നിന്റെ തർക്കം കൂടാനുള്ളതല്ല, നിന്റെ ഭൗതിക കാര്യം ചർച്ച ചെയ്യാനുള്ളതല്ല, നിന്റെ രാഷ്ട്രീയം പറയാനുള്ളതല്ല. അതുകൊണ്ട് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, ഇതിലൊരു ഓർമ്മപ്പെടുത്തലുണ്ട് കേട്ടോ. ദുന്യവിയായ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ കലർത്തിയിട്ട് ആഖിറം മറന്നു പോയിട്ട് പള്ളിയിലേക്ക് വരുന്ന സ്വഭാവമില്ല. അതിൽ നിന്ന് കാത്തി രക്ഷിക്കണേ. പിന്നെ എന്തിനാ മോനെ നീ പള്ളിയിലേക്ക് വരേണ്ടത്? ഇത്തികാഫിനെ ഉദ്ദേശിച്ചു വന്നോ? അള്ളാന്റെ പൊരുത്തം പ്രതീക്ഷിച്ചു വന്നോ? എന്താ കാരണം? ലോക സിട്ടാവ് പറഞ്ഞില്ലേ, ആ റബ്ബിന്റെ വീടാണ് പള്ളി. ഭൂമിയിലുള്ള എന്റെ വീട് എന്ന് പറഞ്ഞാൽ അത് പള്ളിയാണ്. അതുകൊണ്ട് തന്നെ ആ പള്ളിയിലേക്ക് നിങ്ങൾ വരുമ്പോ നല്ല പ്രതീക്ഷയോടെ വന്നോ. എന്താ പ്രതീക്ഷിക്കേണ്ടത്? സ്വർഗം പ്രതീക്ഷിച്ചോ, ആഖിറം പ്രതീക്ഷിച്ചോ, നന്മകൾ പ്രതീക്ഷിച്ചോ. നിങ്ങൾക്ക് ആവശ്യമുള്ള ദുന്യാവ് അതോടൊപ്പം കരുതിക്കോ. അതല്ലാതെ നിങ്ങൾ വെറും ദുന്യാവ് മാത്രം കരുതിയിട്ട് പള്ളിയിലേക്ക് വന്നേക്കല്ല. കാരണം ഇത് അള്ളാന്റെ വീടാണ്. അള്ളാന്റെ വീട്ടിലേക്ക് പോകുമ്പോ ആ പള്ളിയെ സംരക്ഷിക്കണമെന്ന ബോധത്തോടെ പോയിക്കോ. ആ പള്ളിയെ സംരക്ഷിക്കണമെന്ന ചിന്തയോടെ പോയിക്കോ. യാതൊന്നുമില്ല. ചെറുപ്പക്കാരെ, പള്ളിയിലേക്ക് കയറി ചെല്ലുമ്പോ ഇഹ്റാമിന്റെ ഭാഗത്ത് പള്ളിക്കാട്ടം കണ്ടാൽ, അതുപോലെ നജസ് കണ്ടാൽ, അതുപോലെയുള്ള മ്ലേച്ഛമായ വസ്തുക്കൾ കണ്ടാൽ പള്ളിയിലെ ഉസ്താദിനെ വിളിച്ച് വെറുപ്പ് പിടിക്കുന്നതിന് പകരം, പള്ളി നോക്കുന്ന ആളോട് ചൂടാകുന്നതിന് പകരം, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലതാ
നുഹാമത്ത് കണ്ടപ്പോ, കഫത്തിന്റെ ഒരു ഭാഗം കണ്ടപ്പോ അവിടെ ബാങ്ക് വിളിക്കുന്ന ആളെ നോക്കിയിട്ടില്ല. പ്രിയപ്പെട്ട അനുജന്മാരായ സ്വഹാബത്തിനെ പരതിയിട്ടില്ല, കുടുംബങ്ങളെ പരതിയിട്ടില്ല, എവിടെ എന്റെ അനുയായികളെന്ന് ചിന്തിച്ചിട്ടില്ല. ഇത് അള്ളാന്റെ വീടാണ്. ഏതോ സഹാബിയുടെ നുഹാമത്താണെങ്കിൽ പോലും, ഏതോ സഹാബിയുടെ അതേ കഫമാണെങ്കിൽ പോലും ഞാനെങ്ങനെ എടുത്തു നീക്കൂ എന്നുള്ളൊരു ചിന്ത ഏറ്റവും ശറഫാക്കപ്പെട്ട നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിൽ വന്നില്ല. മറിച്ചോ കഫം എടുത്ത് പരണ്ടി എടുത്തിട്ട് അള്ളാന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നീക്കം ചെയ്തു പോയി. അതുകൊണ്ട് തന്നെ പള്ളിയുടെ സെക്രട്ടറി ആകട്ടെ, പ്രസിഡന്റ് ആകട്ടെ, അള്ളാന്റെ വീട്ടിലെത്തിയാൽ എല്ലാരും ഒരുപോലെയാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ നാട്ടിലെ പള്ളിയുടെ പ്രസിഡന്റിന് പ്രത്യേകം മുന്നിൽ സീറ്റില്ല, പള്ളിയുടെ സെക്രട്ടറിക്ക് മുന്നിൽ പ്രത്യേകം സീറ്റില്ല. ആർക്കാ മുന്നിലെ സഫ്? ഏറ്റവും ബഹുമാനമുള്ള സഫ് ആർക്കാണ്? ആദ്യം പള്ളിയിൽ വരുന്നവനാണ്, നേരത്തെ പള്ളിയിൽ എത്തുന്നവനാണ്, ആദ്യം ആ സീറ്റിൽ എത്തുന്നവനാണ്. സെക്രട്ടറിക്ക് ഒരു സീറ്റ് വേണമെന്നൊരു കമ്മിറ്റി തീരുമാനിച്ചില്ലല്ലോ, പ്രസിഡന്റിന് ഒരു സീറ്റ് വേണമെന്ന് തീരുമാനിച്ചില്ലല്ലോ, പഞ്ചായത്ത് മെമ്പർക്ക് ഒരു പ്രത്യേകം സീറ്റ് അള്ളാന്റെ വീട്ടിലില്ലല്ലോ, മുനിസിപ്പാലിറ്റി ഭരിക്കുന്നവനില്ലല്ലോ, കലക്ടർക്കില്ലല്ലോ, മുഖ്യമന്ത്രിക്കില്ലല്ലോ, പ്രധാനമന്ത്രിക്കില്ലല്ലോ. കാരണം ഇത് അള്ളാന്റെ വീടാണ്. ഇവിടെ വ്യത്യാസങ്ങളില്ല. ഇവിടെ പണ്ഡിതനെന്ന വ്യത്യാസമില്ല, പാവപ്പെട്ടവനെന്ന വ്യത്യാസമില്ല, അധികാരമുള്ളവനെന്ന വ്യത്യാസമില്ല. ഇവിടെ ആർക്കാണ് സ്ഥാനമെന്നറിയോ? അള്ളാന്റെ വീട്ടിൽ ആദ്യം എത്തിപ്പെടുന്നവനാരോ, ആദ്യം സീറ്റ് പിടിക്കുന്നവനാരോ, അവനാണ് അള്ളാന്റെ വീട്ടിലെ ബഹുമാനം. ആ വീട്ടിന്റെ ബഹുമാനത്തെ കുറിച്ചാണ് മഹാന്മാരായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാര് പറയാണ്. അല്ലാഹു തആല പാരത്രിക ലോകത്ത് മഹാനായ അബൂ നഈമുൽ ഇസ്ഫഹാനി റഹിമഹുല്ലാഹ് അവിടുത്തെ കിതാബിൽ പറഞ്ഞത് കാണാം. അല്ലാഹു ചോദിക്കും ആഖിറത്തില്, ഐനൽ ജീറാനി, ഐന ജീറാനി, എവിടെ എൻ്റെ അയൽവാസികള്, എവിടെ എൻ്റെ അയൽവാസികള്? ഫയഖൂലുൽ മലായിക, അപ്പോൾ മലക്കുകൾ ചോദിക്കുമ്പോലും യാ റബ്ബനാ, ഓ ഞങ്ങളെ റബ്ബേ, വമൻ യംബഗി ലഹു അൻ യുജാബിറക, ആരാ പടച്ച റബ്ബേ നിന്നോട് ഏറ്റവും സഹവാസത്തിന് ഏറ്റവും നല്ല അയൽപ്പക്കക്കാരനായി ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവനാരാ? അള്ളാന്റെ മറുപടി, അതേ പള്ളിയിലേക്ക്, അള്ളാന്റെ വീടാകുന്ന എന്റെ പള്ളിയിലേക്ക്, മസ്ജിദുകളിലേക്ക് ഇബാദത്തിന് വേണ്ടി വരുന്ന മുഅ്മിനായ മനുഷ്യരില്ലേ, അവൻ എന്റെ വീടാണെന്ന നിലക്ക് പരിഗണിച്ച് വന്നവനാണ്. അവന് വലിയ പരിഗണനയാണ്, അവന് വലിയ ബഹുമാനമാണ്. ഓ ഈമാനുള്ള വിശ്വാസികളെ, നമ്മളെ വീട്ടിലേക്ക് ഒരാൾ വന്നാൽ അവൻ ആദരിക്കൽ നമ്മുടെ മാന്യതയല്ലേ, അവനെ ബഹുമാനിക്കൽ നമ്മളെ മാന്യതയല്ലേ, അവൻ ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കൽ നമ്മളെ മാന്യതയല്ലേ, അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതിന്റെ പരമാവധി കൊടുക്കൽ നമ്മളെ മാന്യതയല്ലേ. റിയാഫത്ത് ഇസ്ലാമിൽ വലിയ പുണ്യമാണ്, ആദരിക്കൽ ഇസ്ലാമിൽ വലിയ പുണ്യമാണ്. ഇതൊന്നുമില്ലാതെ തന്നെ മാനുഷികമല്ലേ? വീട്ടിലേക്ക് വന്നവനെ ബഹുമാനിക്കല, അവനെ റിയാഫത്ത് ചെയ്യല, അവന്റെ റിയാഫത്ത് കൊണ്ട് കൂലി പ്രതീക്ഷിക്കല. എന്നാ ഈമാനുള്ള വിശ്വാസികളെ, എന്റെ വീടാണ് പള്ളി എന്ന് പറഞ്ഞ അല്ലാഹ്, ആ റബ്ബിന്റെ വീട്ടിലേക്ക് റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച്, ആ റബ്ബിന്റെ അടുക്കൽ റഹ്മത്ത് പ്രതീക്ഷിച്ച് പള്ളിയിലെത്തുന്നവനാരോ അവന് ബഹുമാനം തന്നെ. അവന്റെ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ അത് വലിയ കാരണമായി പോയി. ഓ ചെറുപ്പക്കാരെ, അങ്ങാടികളിൽ ചെലവഴിക്കാൻ നമുക്ക് ധാരാളം സമയമുണ്ട് അല്ലേ? ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ഇരിക്കാൻ ധാരാളം സമയമുണ്ട് അല്ലേ? സൊറ പറയാൻ നമുക്ക് ധാരാളം സമയം കയ്യിലുണ്ട് അല്ലേ? എന്നാൽ ഒന്ന് പള്ളിയിൽ ജമാഅത്തിനെത്തണമെന്ന് പറഞ്ഞപ്പോ നിന്നെ കാണാനില്ല. നാട്ടിലെ ഫുട്ബോൾ കളിക്കുന്ന മത്സരത്തിന്റെ വേദിയില്, നാട്ടിലെ വോളിബോളിന്റെ മത്സരത്തിന്റെ വേദിയില്, കലോത്സവങ്ങളുടെ മുന്നില്, ഡാൻസിന്റെ വേദികളില്, മോശമായ പ്രവർത്തനങ്ങളുടെ മുന്നില്, അവിടെയൊക്കെ നമ്മൾ മുൻപന്തിയില്ല. അള്ളാന്റെ വീടാകുന്ന പള്ളിയിലേക്ക് വരണമെന്ന് പറയുമ്പോ, അള്ളാന്റെ വീടാകുന്ന പള്ളിയിൽ ഇബാദത്തിന് വേണ്ടി എത്തണമെന്ന് പറയുമ്പോ നമ്മളെ കിട്ടാനില്ല, നമ്മളെ കാണാനില്ല. നമ്മളെ ഈമാനിന്റെ കുറവ് തന്നെ.
അപ്പോൾ ഈമാനുള്ള വിശ്വാസികളെ, അതുകൊണ്ട് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, റിയാദുൽ ജന്ന, എന്താണ് സ്വർഗ്ഗം എന്നറിയോ എന്ന് ചോദിച്ചപ്പോ സഹാബത്തിന് കൊടുത്ത മറുപടി അൽ മസാജിദു, അത് അല്ലാഹുവിന്റെ വീടാണ്, അല്ലാഹുവിന്റെ പള്ളികളാണ്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, വമർറതു യാ റസൂലല്ലാഹ്, എന്താണ് ആ പള്ളിയിൽ വെച്ചിട്ട് ചെയ്യേണ്ട സൽക്കർമ്മം എന്നങ്ങ് പറഞ്ഞില്ലേ? പള്ളിയിൽ നിന്ന് ആഖിറം സമ്പാദിക്കേണ്ട ഒരു അമലിനെ കുറിച്ച് പറഞ്ഞില്ലേ? അതെന്താണ് ഹബീബായ നബി? അപ്പൊ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സ്വർഗത്തിലേക്ക് സമ്പാദിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് കേട്ടോ. സ്വർഗം സമ്പാദിക്കാനുള്ള ഏറ്റവും ബഹുമാനമുള്ള ദിക്ർ ഈ ദിക്റാണ് കേട്ടോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനുള്ള വിശ്വാസികളെ, ആ നേതാവിന്റെ ഇസ്രാ മിഅ്റാജ് നടന്ന മാസമല്ലേ പരിശുദ്ധമായ റജബ് മാസം? അതല്ലേ നമ്മളെ ബുറുദയിൽ നമ്മൾ പാടിയത്, സറൈത മിൻ ഹറമിൽ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിം മിനൽ ളുലമി മൗലായ وصلِّ دائما أبدا على حبيبك خير الخلق كلهم. ഓ ഹബീബായ നബിയേ, സറൈത മിൻ ഹറമിൽ ലൈലൻ ഇലാ ഹറമി. ഓ ഹബീബായ നബിയേ, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ഓ ഹബീബായ നബിയേ, അങ്ങേക്ക് അല്ലാഹു തആല ഒരു രാത്രിയിൽ വലിയ ബറക്കത്ത് ചൊരിഞ്ഞു പോയല്ലോ, വലിയ ആദരവ് തന്നു പോയല്ലോ. എന്താണ് ബറക്കത്ത് എന്നറിയോ? സറൈത മിൻ ഹറമിൽ ലൈലൻ ഇലാ ഹറമി. ഓ ഹബീബായ നബിയേ, മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അങ്ങേക്ക് നമ്മൾ നൽകിയ യാത്രയില്ലേ, ആ യാത്രയിൽ നമ്മൾ നൽകിയത് എത്രയാണ് ബഹുമാനം.